എന്നൊരു സ്ഥലമുണ്ട്. കേരളത്തിൽ 5 കൊല്ലം കൂടുമ്പോൾ മാത്രം മലമ്പുഴ നിയോജക മണ്ഡലം സന്ദർശിക്കുകയും പാലം എന്ന് പറഞ്ഞ് ഞങ്ങളെ പാലത്തിലേക്ക് നോക്കിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഭരണം നിങ്ങൾ എത്ര മികവോടെ കൊണ്ടുവന്നറിയില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ പറയുന്നത് എന്തുമാത്രം വികസനമാണെന്നാണ്. ദയവീത് താങ്കൾ ഒന്ന് പിന്നോട്ടും ഒന്ന് ഇതിനകത്തോട്ടും നടക്കണം. കേരളം മൊത്തം നടക്കണ്ട. വിരലിൽ എണ്ണി പന്നി ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകസനം ഒന്ന് നിർത്തൂ. എന്തിനാണ് അത്? നിങ്ങളുടെ രീതി തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിനിയും നിങ്ങളെ വിശ്വാസമില്ല. കാരണം പറഞ്ഞ് ഇന്ന് മുതൽ 1000 രൂപ നിങ്ങൾക്ക് ഇന്ന് മുതൽ കിട്ടും ചേച്ചി, സത്യം ചെയ്യൂ എന്ന് പറഞ്ഞ് ചില പ്രകടനങ്ങൾ ചില വ്യക്തികൾ നടക്കുന്നുണ്ട് വാർഡ് തോറും. ഇനി വേറൊരു കാര്യം 3 കൂടി പറയാം, തെറ്റിദ്ധരിക്കണ്ട. അതായത് ഇന്ന് നിങ്ങൾ പറയുന്ന പാലത്തിന്റെ പണിക്ക് കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കും, സ്റ്റേറ്റിനെ ചോദിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ വീട്ടിന് മുമ്പിൽ 7-ാം വാർഡ്, എൻ്റെ വീട് 8-ാം വാർഡിൽ, എൻ്റെ ഭാര്യയ്ക്ക് 7-ാം വാർഡിൽ വോട്ട്, എനിക്ക് 8-ാം വാർഡിൽ വോട്ട്. ഈ മുൻപാകത്തെ പാലം ചെയ്യണമെങ്കിൽ ആര് പറയും? നീ അവനെ ചോദിക്കടേ, നീ ഇവനെ ചോദിക്കട പറഞ്ഞ് ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. ജനങ്ങളെ നട്ടം തിരിപ്പിക്കാനല്ല നിങ്ങളെയൊക്കെ തെരഞ്ഞെടുക്കുന്നത്. ഞങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്തായിട്ടല്ല വോട്ട് ചെയ്യുന്നത്. പൊതുജനം പ്രവർത്തിക്കും, പ്രതികരിക്കും. നിങ്ങളിൽ ആര് ശുക്രനടിക്കും എന്ന് നമുക്ക് കാണാം. എനിക്ക് ചോദിക്കാവുന്നത് CPM-ന്റെ പ്രതിനിധികളാണ്. കഴിഞ്ഞ 35 വർഷത്തോളം ഇവിടെ CPM ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ആറ്റത്തറ പഞ്ചായത്ത്. ഇവിടെ നമ്മുടെ സാധാരണപ്പെട്ട കുട്ടികൾക്ക് ഒരു കളിക്കളം അവർക്ക് മുന്നോട്ട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് വരാനായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി. ഇപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ പാടത്തും കുളത്തിലൊക്കെ കുളിച്ചിട്ടും പാടത്ത് കളിച്ചിട്ടൊക്കെയാണ് വളർന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും അതിനുള്ള യാതൊരുവിധ സൗകര്യവും ചെയ്തു. 35 വർഷം നിങ്ങൾ ഭരിച്ചു. വളരെ പ്രധാനപ്പെട്ട ഇതില് ഇപ്പൊ നമ്മൾക്ക് ആകെ നമ്മൾക്ക് ഒരു NSS ഗ്രൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ അതും ആൾക്കെട്ടി അടച്ചു. ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ, നീന്തൽ കുളം എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപയാണ് അതിൽ കെട്ടി വെച്ചിട്ട്. 13 ലക്ഷം രൂപ. കാക്ക പോലും കുളിക്കില്ല ആ കുളത്തിൽ. നാറിയിട്ട് കാക്ക പോലും കുളിക്കാത്ത ഒരു കുളമായി മാറിയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിന് നിങ്ങളൊരു മറുപടി ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്ക്, വരും തലമുറയ്ക്ക് കളിച്ച് വളരാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മിനിറ്റ് ഒരു ചോദ്യം കൂടി സൈതേട്ടാ, ഒരു മിനിറ്റ് മുരളിയേട്ടാ ഒന്ന് ക്ഷമിക്കണേ. ഇപ്പോ ഇവര് 3 പേരും റിയാക്ട് ചെയ്യുന്നില്ല. റിയാക്ട് ചെയ്യാൻ പാടില്ല, 3 പേരും ഒന്നാണ്. പക്ഷേ എങ്കിലും കോയമ്പത്തൂര് 30 കിലോമീറ്റർ 2 കൊല്ലം കൊണ്ട് പാലം പണി കഴിഞ്ഞു. 30 കിലോമീറ്റർ അറിയോ? കോയമ്പത്തൂര്. ഇവിടെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഞങ്ങൾക്ക് ഓട്ടോ ഡ്രൈവർമാർക്കാണ് അറിയോ? റോഡുകള് ഒറ്റ റോഡ് രൂപമില്ല. മറുപടിയിലേക്ക് പോട്ടെ ഒരു മിനിറ്റ്. അപ്പൊ അതിനുള്ള പരിഹാരം കണ്ടെത്തണം. തീർച്ചയായും ഓരോരുത്തരായി വരാം. ആദ്യം ഞാൻ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങള് ശ്രീ ഇടതുപക്ഷ പ്രതിനിധിയാണ്. എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഈ സ്പോർട്സിനെ കുറിച്ച് എന്നെ ഉദ്ദേശിച്ചല്ല ചോദിച്ചത് എന്ന്. ആ ചോദ്യം പ്രശാന്തിലേക്കാണ് നീളുന്നത്. കാരണം കഴിഞ്ഞ 10 കൊല്ലമായി പാലക്കാട് നഗരസഭയിൽ, പാലക്കാട് ജില്ലയിലെ മുഴുവൻ യുവാക്കൾക്കും കളിക്കാവുന്ന രീതിയിൽ ഒരു സ്റ്റേഡിയമുണ്ട്. ആ സ്റ്റേഡിയത്തിന്റെ പേര് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം എന്നാ. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം ഭരിച്ചതാരാ? പറയട്ടെ ഒരു നിമിഷം. ഒരു മിനിറ്റ് മറുപടി കേൾക്കണ്ടേ? ഒരു മിനിറ്റ് ശ്രീ മുരളി പറയൂ. ഒരു മിനിറ്റ് പറയൂ. അത് പറയട്ടെ. അതെ, അത് കഴിഞ്ഞ് അകത്തേത്തറയിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പറയൂ. അപ്പോ പാലക്കാട് നഗരസഭയുടെ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം എന്ന് പറയുന്നത് 25,000 ആളുകൾക്ക് കളി കാണാൻ കഴിയുന്ന ഒരു സ്ഥലം. അത് പാലക്കാട് ഈ 10 വർഷക്കാലം ഭരിച്ചിട്ട് അവിടെ ആർക്കാണ് ഒരു ഉപയോഗം? ഏത് യുവാവാണ് കളിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായും സ്പോർട്സിനെതിരായ ഒരു സംവിധാനം പാലക്കാട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം ന്യായമായും വരാൻ പോകുന്ന ഇടതുപക്ഷ മുന്നണിയുടെ പഞ്ചായത്ത് പരിഹരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു മിനിറ്റ് ഡയറക്റ്റ് ആരോപണമായിട്ടൊന്ന് അദ്ദേഹം മറുപടി പറയാ. അങ്ങനെയൊക്കെ പാലക്കാടിനെ കുറിച്ച്
പാലക്കാടിനെ കുറിച്ച് പറഞ്ഞു. എന്തായാലും സ്റ്റേഡിയം ഒക്കെ പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം എന്താ അറിയോ, ഈ CPM-ന്റെ സംസ്ഥാന സർക്കാർ ഇവരുടെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് പാലക്കാട്. ഇവരുടെ സംസ്ഥാന സ്പോർട്സ് കൗൺസില് അതിന് താഴെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ആക്ഷൻ കൗൺസിലൊക്കെ വെച്ചുകൊണ്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. അതൊരു ഭാർഗവി നിലയം പോലെ കിടക്കുന്നുണ്ട്. ഇവരുടെ CPI ഓഫീസിന്റെ നേരെ മുമ്പിലാണ്. അതിപ്പോ 2 കാര്യത്തിന് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ കാര്യം കുറെ പിള്ളേർക്ക് കള്ളും കഞ്ചാവും അടിക്കാൻ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. CPIയുടെ ഓഫീസ് മുമ്പിലുണ്ട്. ഇവരൊന്ന് എത്തി നോക്കിയാൽ കാണാം. ഇവരുടെ കയ്യിൽ കിട്ടിയ ഇൻഡോർ സ്റ്റേഡിയം ഇവർ പണി തുടങ്ങി അതൊരു ഭാർഗവി നിലയം പോലെയാക്കി. അതിനകത്ത് 1, 2, 3 എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ അവിടെ പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇന്ന് പോയാലും അവിടെ ഫുട്ബോൾ കളിക്കാനും പറ്റും, അവിടെ സ്റ്റേഡിയം ഉപയോഗിക്കാനും പറ്റും. പക്ഷേ ഇവർ ഏറ്റെടുത്തിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയം ഒരു ശവകുടീരം പോലെ ആ ശ്മശാനത്തിനെ നോക്കിക്കൊണ്ടാണ് ഇന്നും CPIയുടെ ജില്ലാ ഓഫീസിലേക്ക് എല്ലാ ദിവസവും മുരളിയേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഇൻഡോർ സ്റ്റേഡിയം എപ്പോഴെങ്കിലും ഒന്ന് നിങ്ങളുടെ സംസ്ഥാന സർക്കാരിലെ സ്പോർട്സ് കൗൺസിൽ നിങ്ങൾ തന്നെയാണ് എപ്പോഴെങ്കിലും ഒന്ന് എന്താക്കാൻ പറ്റും. പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോർ സ്റ്റേഡിയം പണി പൂർത്തിയാക്കാത്തത് പ്ലാനിംഗ് ബോർഡിന്റെ സമ്മതക്കുറവുണ്ട്. അനധികൃത കെട്ടിടം കെട്ടിയ മുനിസിപ്പാലിറ്റി അംഗീകാരം കൊടുക്കില്ല. അനധികൃത കെട്ടിടം കെട്ടിയ കൊടുക്കില്ല. ഇവർക്ക് ഇതെല്ലാം റെഗുലർ ചെയ്യാനും ഇവരുടെ കയ്യിൽ ഇൻഡോർ സ്റ്റേഡിയം പണി പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ വരുന്നുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 30 കോടി രൂപ ചെലവാക്കി ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം പൂർത്തിയാക്കാമെന്ന് ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ട്. ശരി, ഓക്കെ. ഇത് മാർച്ച് 31 ഇൻഡോർ സ്റ്റേഡിയം എപ്പോഴാണ് ഡേറ്റ്? അതും കൂടെ കലണ്ടറിൽ ഇനിയും ഡേറ്റ് ബാക്കിയുണ്ട്. ഏതോ പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ് പെട്ടെന്ന് ഒന്ന് പോയിന്റ്. ഇവരുടെ മറുപടികളിൽ നിന്നൊക്കെ നോക്കൂ, ജനങ്ങൾക്ക് എടുക്കാനുള്ള ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നോക്കൂ, ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തും കളിക്കാൻ പറ്റില്ല, ഇൻഡോർ സ്റ്റേഡിയത്തും കളിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് വികസന മുടക്കുകളായി 2 മുന്നണികളും ജനം തിരിച്ചറിയുന്നുള്ളതാണ്. അതും